ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തോട്ടത്തിലിരുന്നു ഭക്ഷണം കഴിക്കുകയായിരുന്നു. പെട്ടെന്നൊരു പക്ഷി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം റൊട്ടി കൊത്തിയെടുത്ത് പറന്നു പോവുകയാണ്. അത്ഭുതപ്പെട്ട അദ്ദേഹം ആ പക്ഷിയെ പിന്തുടരുകയാണ്. ആ പക്ഷി കുറച്ചകലെയുള്ള ഒരു മരക്കൊമ്പിലിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. മരത്തിന്റെ ചുവട്ടിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ആ പക്ഷി തന്റെ കൊക്കിലുണ്ടായിരുന്ന റൊട്ടിക്കഷ്ണങ്ങൾ ആ മനുഷ്യന്റെ വായോടടുപ്പിച്ച് നൽകുന്നത് അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഭക്ഷണം നൽകിയ ശേഷം ആ പക്ഷി പറന്നു പോവുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് കെട്ടുകൾ അഴിച്ചുമാറ്റി ചോദിക്കുകയാണ്, താങ്കൾ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി? ആ മനുഷ്യൻ പറയുകയാണ്, ഞാനൊരു കച്ചവടക്കാരനാണ്. വഴിമധ്യേ കൊള്ളക്കാരെന്നെ ആക്രമിക്കുകയും എന്റെ പക്കലുള്ളതെല്ലാം തട്ടിയെടുത്ത് എന്നെ ഇവിടെ കെട്ടിയിടുകയും ചെയ്തു. 7 ദിവസമായി ഞാൻ ഇവിടെ ഇങ്ങനെയാണ്. ഓരോ ദിവസവും അള്ളാഹു ഈ പക്ഷി വഴി എനിക്ക് ഭക്ഷണം എത്തിച്ചു തരുന്നുണ്ട്. ഇത് കേട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തന്റെ അടിമ എവിടെയാണെങ്കിലും അവനെ സഹായിക്കാൻ അള്ളാഹുവിന് വഴികളുണ്ട്. നാം എത്രമാത്രം നിസാരരാണ്. സുഹൃത്തുക്കളെ, ആ കൊള്ളക്കാർ ആ മനുഷ്യന്റെ കൈകാലുകൾ കെട്ടിയിട്ടുണ്ടാകാം, പക്ഷെ അയാളുടെ പ്രാർത്ഥനയെ കെട്ടിയിടാൻ അവർക്കായില്ല. നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് കരുതി കരഞ്ഞിരിക്കുന്ന നേരത്ത് എവിടെയോ ഒരു പക്ഷിയുടെ ചിറകടിയൊച്ച അള്ളാഹു നമുക്കായി ഒരുക്കുന്നുണ്ടാകും.